വിദ്യാഭ്യാസ ഇൻഡെക്സിൽ കേരളം പിന്നോട്ട്. കേരളത്തിൽ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞതായി കേന്ദ്ര റിപ്പോർട്ടിൽ പറയുന്നു. പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് സംസ്ഥാനം. 594 പോയിന്റാണ് കേരളത്തിന് ലഭിച്ചത്. 703 പോയിന്റ് നേടിയ ചണ്ഡീഗഡാണ് ഏറ്റവും മുന്നിൽ. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, കഴിഞ്ഞ ഇൻഡെക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം താഴ്ചയിലേക്ക് കേരളം പതിച്ചിട്ടുണ്ട്? കാരണം എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഒരു ഗ്രേഡിംഗ്, പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിലാണ് സംസ്ഥാനം കേരളം മുൻ വർഷത്തെ അപേക്ഷിച്ച് പിന്നിലായിരിക്കുന്നത്. കൃത്യമായ പോയിന്റുകൾ 1000 ഇത്ര എന്ന രൂപത്തിൽ പോയിന്റുകൾ രേഖപ്പെടുത്താറുണ്ട് ഇൻഡെക്സിൽ. ഓരോ വർഷവും പുറത്തിറക്കുന്ന ഇൻഡെക്സ് ആണ്. 601 പോയിന്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം കേരളത്തിന് ലഭിച്ചതെങ്കിൽ ഈ വർഷം അത് 594 കുറഞ്ഞു എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഒരു പിന്നോട്ടടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പലതരത്തിൽ വിദ്യാഭ്യാസ രീതിയെ 6 മേഖലയായി തിരിച്ചാണ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് പോയിന്റുകളും മാർക്കുകളും നൽകുന്നത് ആ വിധത്തിലാണ്. ഇതിൽ ഭരണരീതി എന്ന വിഭാഗത്തിലാണ് കേരളം ഏറെ പിന്നിലോട്ട് പോയത് എന്നുള്ളതാണ്. 17.4 പോയിന്റിന്റെ കുറവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം, വിദ്യാർത്ഥി അധ്യാപക അനുപാതം തുടങ്ങി നിരവധി രീതികളായി ഇതിനെ തിരിച്ചതിന് ശേഷമാണ് ഓരോ മേഖലയ്ക്കും പോയിന്റുകൾ നൽകുന്നത്. ആ പോയിന്റുകൾ നൽകുന്നതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 601 ആയിരുന്നത് 594 കുറഞ്ഞു. അങ്ങനെ ആകുമ്പോഴും വലിയ കുറവല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഇപ്പോഴുള്ളത്, 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് 703 പോയിന്റ് നേടിയ ചണ്ഡീഗഡാണ്. രണ്ടാമതായി പഞ്ചാബ്, ഗുജറാത്ത്, ഒഡീഷ സംസ്ഥാനങ്ങളുമുണ്ട്. ഇതിനുശേഷമാണ് കേരളത്തിന്റെ സ്ഥാനമുള്ളത്. ഏതായാലും കേരളത്തിന്റെ സ്ഥാനം മുൻ വർഷത്തെ അപേക്ഷിച്ച് ചെറിയ പോയിന്റിന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. സുജയ.